നബിദിനം പോലുള്ള ആഘോഷങ്ങളിൽ ദഫ് മുട്ടൽ അനുവദനീയമാണല്ലോ. എന്നാൽ ചിലമ്പുള്ള ദഫ് അനുവദനീയമല്ലെന്ന് ചിലർ പറയാറുണ്ട്. എന്തു പറയുന്നു? ഉത്തരം: ചിലമ്പുള്ള ദഫാണെങ്കിലും അത് മുട്ടലും ആസ്വദിക്കലും അനുവദനീയമാണ്. ചോദ്യം: കയ്യടിക്കാൻ പാടില്ലെന്ന് ചിലർ പറയുന്നു. കയ്യടിക്കൽ അനുവദനീയമാണോ? ഉത്തരം: കയ്യടി പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല. അത് കറാഹത്തോടുകൂടി അനുവദനീയമാണ്. ചോദ്യം: മോതിരക്കല്ല് കയ്യിൻ്റെ ഉൾഭാഗത്താക്കൽ സുന്നത്തുണ്ടോ? ഉത്തരം: മോതിരക്കല്ല് കയ്യിൻ്റെ ഉൾഭാഗത്താക്കൽ സുന്നത്തുണ്ട്. ചോദ്യം: വലിയ അശുദ്ധിയുള്ളവർ കുളിയുടെ നിയത്ത് ചെയ്ത് മുൻകൈ മാത്രം കഴുകിയ ശേഷം നഖം മുറിക്കാമോ? ഉത്തരം: മുറിക്കാവുന്നതാണ്. ജനാബത്തുള്ളവർ കുളിക്കുന്നതിനു മുമ്പ് ശരീരത്തിൽ നിന്ന് നഖം, മുടി മുതലായവ നീക്കം ചെയ്യൽ കുറ്റകരമല്ല. എങ്കിലും അത് സുന്നത്തിനെതിരാണ്. ചോദ്യം: ഒരാൾ വ്യഭിചരിച്ചാൽ വ്യഭിചാരത്തിനുള്ള ഹദ്ദ് അയാൾക്ക് സ്വയം നടപ്പാക്കാമോ? ഉത്തരം: സ്വയം നടപ്പാക്കാൻ പാടില്ല. ഹദ്ദ് നടപ്പാക്കേണ്ടത് ഭരണാധികാരിയോ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയോ ആണ്. ചോദ്യം: ചിലയാളുകൾ ബാങ്കിന് ശേഷമുള്ള ദുആ കഴിഞ്ഞ ശേഷം ആയത്തുൽ കുർസി ഓതുന്നത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഓതുന്നതിന് വല്ല പ്രതിഫലവും ഉണ്ടോ? ഉത്തരം: ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ ആയത്തുൽ കുർസി ഓതൽ സുന്നത്താണ്. ചോദ്യം: ചെസ് കളി അനുവദനീയമാണെന്ന് പറയാറുണ്ട്. ശരിയാണോ? ഉത്തരം: ചെസ് കളി കറാഹത്തോടുകൂടി അനുവദനീയമാണ്. ചിന്തയെയും ബുദ്ധിസാമർഥ്യത്തെയും ലക്ഷ്യം വെച്ചുള്ള കളികൾ അനുവദനീയവും അല്ലാത്തവ നിഷിദ്ധവുമാണ്. ചോദ്യം: അമുസ്ലിമിന് രോഗശമനത്തിനും ഇഹലോക നേട്ടത്തിനും വേണ്ടി പ്രാർത്ഥിക്കാമോ? ഉത്തരം: അവൻ ജീവിച്ചിരിക്കൽ കൊണ്ട് മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. ചോദ്യം: ചൂണ്ടയിട്ട് മത്സ്യം പിടിക്കാൻ പാടില്ല. അത് മത്സ്യത്തെ വഞ്ചിക്കലാണെന്ന് ചിലർ പറയുന്നു. വാസ്തവമെന്താണ്? ഉത്തരം: ചൂണ്ടയിട്ട് മത്സ്യത്തെ പിടിക്കാവുന്നതാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ അതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുമല്ലോ. എന്നാൽ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ അതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുമോ? ഉത്തരം: ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഓതിയാലും പ്രതിഫലം ലഭിക്കുന്നതാണ്. ചോദ്യം: സ്ത്രീകൾക്ക് മൂക്ക് കുത്തുന്നതിൻ്റെ വിധി എന്താണ്? ഉത്തരം: സ്ത്രീകൾക്ക് മൂക്കുകുത്തൽ ഹറാമാണ്. എന്നാൽ കാതുകുത്തൽ ഹലാലാണ്. ചോദ്യം: മാനിനെയും മലയണ്ണാനെയും ഭക്ഷിക്കാമോ? ഉത്തരം: മാനിറച്ചിയും മലയണ്ണാനും കഴിക്കൽ അനുവദനീയമാണ്. ചോദ്യം: കാട്ടുപൂച്ചയെയും കാട്ടുപോത്തിനെയും ഭക്ഷിക്കാമോ? ഉത്തരം: കാട്ടുപോത്ത് ഹലാലും കാട്ടുപൂച്ച ഹറാമുമാണ്. ചോദ്യം: കാക്കയെയും കൊക്കിനെയും തിന്നാമോ? ഉത്തരം: നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന കാക്ക ഹറാമും കൊക്ക് ഹലാലുമാണ്. ചോദ്യം: പ്രാവിനെയും വവ്വാലിനെയും തിന്നാമോ? ഉത്തരം: പ്രാവിനെ തിന്നൽ ഹലാലും വവ്വാലിനെ തിന്നൽ ഹറാമുമാണ്. ചോദ്യം: ഒട്ടകപ്പക്ഷിയും മയിലിറച്ചിയും ഭക്ഷിക്കാമോ? ഉത്തരം: ഒട്ടകപ്പക്ഷി അനുവദനീയവും മയിലിറച്ചിയും തത്തയിറച്ചിയും നിഷിദ്ധവുമാണ്.